السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، وذي تسمى صفة نفسية ثم تليها خمسة سلبية وهي القدم بالذات فاعلم البقاء وقيامه بنفسه نلت التقى. ഒന്നാമത്തെ സിഫത്താവുന്ന വുജൂദിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അതിന്റെ തുടർന്ന് സുമ്മത്തലീഹ, ഈ നഫ്സിയായ സിഫത്തിന്റെ തൊട്ടടുത്ത് വരും എന്ന് പറഞ്ഞാൽ ഒക്കെ കദീം തന്നെ. പിന്നെ ഈ തൊട്ടടുത്ത് വരും എന്ന് പറഞ്ഞാൽ പറച്ചില് ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് വുജൂദിനെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ആയതുകൊണ്ട് അതിന്റെ തൊട്ടടുത്ത് പറയാൻ പോകുന്നത് ഹംസത്തുൻ, 5 സിഫത്തുകളാണ്. ഈ 5 സിഫത്തുകൾ സെൽബിയ എന്നാ പേര്. സെൽബിയത്തായ 5 സിഫത്തുകൾ. എന്താ സെൽബിയത്തിന്റെ അർത്ഥമൊക്കെ ഷറായി പറയുന്നുണ്ട്. വഹിയ, ഈ 5 സെൽബിയായ സിഫത്തുകൾ എന്നത് അൽ ഖിദമു ബിദ്ദാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ദാത്ത് ഖദീമാണ്, ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായതല്ല, അവന്റെ ഉണ്ടാവലിന് ഒരു തുടക്കമില്ല എന്നർത്ഥം. ഫലം, ഈ കാര്യം നന്നായി മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാഹു തആലാന്റെ വുജൂദിന് ഒരു അദമ് മുൻകടന്നിട്ടില്ല, അഥവാ അല്ലാഹു തആല ഇല്ലായ്മയിൽ നിന്നിട്ട് പിന്നീട് ഉണ്ടായതല്ല, എന്നെന്നും ഉള്ളവനാണവൻ. രണ്ടാമത് അതിന്റെ തൊട്ടടുത്തത് വൽ ബഖാ ആണ്. ഇവിടെ ബെയ്ത്തിന് വേണ്ടി ബഖാ എന്ന് പറഞ്ഞു മാത്രം. അൽ ഖിദമു വൽ ബഖാ, ബഖാ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരങ്ങിയ തല, അതായത് അവന്റെ നിലനിൽപ്പിന് ഒരവസാനമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധതാത്ത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കൽ വാജിബാണ് എന്ന് സംശയം ഉണ്ടാക്കണ്ട. അതായത് പടപ്പുകള്, മനുഷ്യര്, ജിന്നുകൾ തുടങ്ങിയ പടപ്പുകള് ഒന്നിരിക്കൽ സ്വർഗത്തിൽ കാലാകാലമാണ്, അല്ലെങ്കിൽ നരകത്തിൽ കാലാകാലമാണ്. അപ്പൊ പടപ്പുകളും വക്കാവില്ലേ? പടപ്പുകളുടെ ദാത്തിന് വക്കാവില്ല. പടപ്പുകളുടെ വുജൂദ് മുംകിനായതുപോലെ ബക്കാവും മുംകിനാണ്. ഇതിപ്പോ പിന്നെ ഏതായാലും ഇല്ല. എന്നെന്നും നിലനിൽക്കുന്ന തന്നെ അള്ളാഹു നിലനിർത്തുന്നത് കൊണ്ട് നിലനിർത്തുന്ന കാലത്ത് നിലനിൽക്കുന്നു. സ്വന്തം നിലത്തേക്ക് നിലക്കൂല. ദാത്തിന് ബക്കാവില്ല, അള്ളാഹു നിലനിർത്തുന്നത് കൊണ്ട് നിലക്കുന്നു. മൂന്നാമത്തത് ഖിയാമുഹു ബിനഫ്സിഹി, അള്ളാഹു സ്വയം നിലനിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അവന് നിലനിൽക്കാൻ മറ്റൊരു ദാത്തിന്റെ ആവശ്യമില്ല. അവന്റെ നിലനിൽപ്പ് ഒരാൾ നിലനിർത്തുന്നത് കൊണ്ടുമല്ല, സ്വയം നിലക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്നൊന്ന് നിലക്കും എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിന് അള്ളാഹു നിലനിർത്തുന്നത് കൊണ്ട് നിലക്കുകയാണല്ലോ, നമ്മൾ സ്വന്തം നിലക്കല്ലല്ലോ. എന്നാൽ അള്ളാഹു തആല അങ്ങനെയല്ല. അവൻ ഖിയാമു ബിനഫ്സി എന്ന് പറഞ്ഞാൽ അവൻ സ്വയം നിലനിൽക്കുന്നവനാണ്. നിലനിൽക്കാൻ ഒരു മഹലിന്റെ ആവശ്യമില്ല, നിലനിർത്താൻ ഒരു ഫായിലിന്റെ ആവശ്യവുമില്ല. ഇങ്ങനെ നീ മനസ്സിലാക്കി അള്ളാഹുവിനെ ഉൾക്കൊണ്ടാൽ നിൽത്തുക, അള്ളാഹുവിനെ പറ്റിയുള്ള അഖീദകൾ അടിയുറച്ച് വിശ്വസിച്ച് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നിനക്ക് തഖ്വയെ എത്തിച്ചു തരുമാറാകട്ടെ. ഷറഹ് സാനിയൻ, അവലൻ വുജൂദാണ്. രണ്ടാമതായിട്ട് അസ്സിഫാത്തു സൽബിയ, സൽബിയ സിഫത്ത്. ഇവിടെ 3 ഈ ബൈത്ത് പറഞ്ഞ് 5 സിഫത്ത് ഉണ്ടാവും പറയും. സുമ്മ തലീഹ, ഈ നഫ്സിയായ ദാത്തിന്റെ ശേഷം വരും എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഫിദ്ദിക്രി, പറച്ചിലതിന്റെ ശേഷമാണ് പറയുന്നത്. അല്ലാതെ അള്ളാഹു തആലാന്റെ സിഫത്തുകളൊക്കെ ഖദീമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്ത് ഖദീമായതുപോലെ അവന്റെ സിഫത്തുകളൊക്കെ ഖദീമാണ്. അതുകൊണ്ട് ഒന്ന് ആദ്യം ഒന്ന് പിന്നെ എന്ന് പറയാൻ കഴിയൂല. അപ്പൊ ആ അർത്ഥത്തിനല്ല സുമ്മ തലീഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറച്ചിലതിന്റെ ശേഷം പറയുന്നു. ഒന്ന് നഫ്സിയായ സിഫത്താണ്, അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഹംസത്തുൻ, 5 സിഫത്തുകളാണ്. എങ്ങനത്തെ 5 സിഫത്തുകൾ? സെൽബിയത്തുൻ, സെൽബിലേക്ക് ചേർക്കപ്പെട്ടത്. നിസ്ബത്തുല്ലി സെൽബി, സെൽബിയാന സെൽബിലേക്ക് ചേർക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, സെൽബ് എന്ന് പറഞ്ഞാൽ മന്ദിഖിലൊക്കെ പറയുന്നതാണല്ലോ. അതായത് നമ്മൾ മറ്റേ നഹ്വ് പറയുന്ന നഫി, നഹ്വില് നഫി എന്നാ പറയാ, അതേസമയത്ത് മന്ദിഖില് സെൽബ് എന്നാ പറയാം. ഇജാബ് സെൽബ് എന്ന് പറയും, മറ്റോടത്ത് സുബൂത്ത് നഫി എന്ന് പറയും. എന്താണ് ഈ സിഫത്തുകൾക്ക് സെൽബിലേക്ക് ചേർക്കപ്പെട്ടത് എന്ന് പറയാൻ കാരണം?
ഇത് മദ്ലൂലു കുല്ലി വാഹിദി മിൻഹ, ഈ 5 സിഫത്തുകളിൽപ്പെട്ട ഓരോ സിഫത്തിന്റെയും മാനകൾ വുജൂദ് പോലെ അള്ളാഹുവിന്റെ ദാത്തിൽ നിലകൊള്ളുന്ന സിഫത്തല്ല, മറിച്ച് സൽബു അംരിൻ ലാ യലീഖു ബിഹി സുബ്ഹാനഹു, സമ്പൂർണ്ണ പരിശുദ്ധനായ അള്ളാഹുവിനോട് യോജിപ്പില്ലാത്ത ഒരു കാര്യം ഇല്ല എന്ന് പറയാം. ഈ 5 സിഫത്തും അങ്ങനെ. അതായത് ഉണ്ടാവലിന് തുടക്കം ഇല്ല. ഉണ്ടാവലിന് തുടക്കം ഉണ്ടാകുക എന്ന് പറയുന്ന ഹാദിസിന്റെ അടയാളാണ്. അതല്ല, അള്ളാഹു തആല ഹാദിസ് അല്ല, അഥവാ അവന്റെ ഉണ്ടാവലിന് തുടക്കം ഇല്ല. അള്ളാഹു ഖദീമാണ്, അതുകൊണ്ട് അവന്റെ നിലനിൽപ്പിന് അവസാനം ഇല്ല. അപ്പൊ അവസാനം ഉണ്ടാകുക എന്ന് പറയുന്ന വാക്ക് ചേരാത്ത സിഫത്ത് ഇല്ല എന്നറിയാം. പുതുതായി ഉണ്ടായി പണ്ടില്ലാത്ത പിന്നെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഹാദിസായ സിഫത്താണ്. അത് അള്ളാഹു തആലക്ക് ഇല്ല എന്ന് പറയാം. ഇങ്ങനെ ഈ 5 സിഫത്തുകളും അള്ളാഹുവിന്റെ മഹത്തായ പരിശുദ്ധ ദാത്തിന് ചേർച്ചയില്ലാത്ത നഖ്സുകൾ ഐബുകളുടെ സിഫത്താണ്. അത് നസ്ഫി ചെയ്യാണ്, ഇല്ല എന്ന് പറയാണ്. ഇല്ലായ്മയുണ്ടാകലില്ല, അവസാനിക്കലില്ല തുടങ്ങിയ. എന്നാൽ വഹിയ ഈ സിഫാത്തു സൽബിയത്ത് അവലൻ അൽ ഖിദമു, ഒന്നാമതായിട്ട് ഖിദമ്. എങ്ങനെ ഖിദമ്? ബിദ്ദാത്ത്, അല്ലാഹു തആലാന്റെ പരിശുദ്ധ ദാത്ത് ഖദീമായതാണ്. അതുകൊണ്ട് ഫഅലം, ഈ കാര്യം നീ ദൃഢമായി മനസ്സിലാക്കി വിശ്വസിച്ചു കൊള്ളണം. ഖിദമുദ്ദാത്തി എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഖിദമു ബിദ്ദാത്ത് പറഞ്ഞില്ലേ? ഖിദമുദ്ദാത്ത് അന്നഹു തആല ഖദീമുൻ ലിദാത്തിഹി, അല്ലാഹു തആല ഖദീമാണ് എന്ന് പറയുന്നത് ലിദാത്തിഹി തന്നെ വാജിബായ സിഫത്താണ്. അതായത് ലാ ലിഇല്ലത്തിൻ ഖദീമത്തിൻ, ഖദീമായ ഒരു ഇല്ലത്തിന്റെ പേരിൽ ഖദീമായതല്ല എന്നർത്ഥം, ദാത്തിന്റെ പേരിൽ ഖദീമായതാ. അള്ളാഹുത്തിന്റെ ഖിദമ് ഇല്ലത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ദാത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ ദാത്ത് ബിദാത്തിഹി ഖദീമാണ്. ഖദീമാകാരന മറ്റൊരു ഇല്ലത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എങ്ങനത്തെ ഖദീമ്? ഇഖ്തലത്ത് വുജൂദഹു, ഈ അള്ളാഹുവിന്റെ ദാത്തിന്റെ വുജൂദിനെ തേടുന്ന, അല്ലെങ്കിൽ ഖിദമിന്റെ വുജൂദിനെ തേടുന്ന ഒരു ഇല്ലത്തിന്റെ അടിസ്ഥാനത്തിലല്ല. തആല അൻദാലിക, അള്ളാഹു തആല മറ്റൊന്നിന്റെ മഅലൂലായിട്ട് വരിക. ഒരു ഇല്ലത്തിന്റെ മഅലൂലാകുക എന്ന് പറയുന്നത് ഒരു ഹാദിസ് ആകുക എന്ന് പറയുന്ന അതേ മാന വന്നു. ഹാദിസ് ഒരു മുഹദ്ദിസിലേക്ക് ആവശ്യം ഉണ്ടാവുമ്പം മഅലൂല് ഒരു ഇല്ലത്തിലേക്ക് ആവശ്യം ഉണ്ടാവും. അപ്പം അള്ളാഹു തആല ഗനിയ്യ് മുത്ലഖല്ല എന്ന് വരും. ഇവിടെ വരുത്തുന്നത് അള്ളാഹു തആല ഗനിയ്യ് മുത്ലഖാണ്. അള്ളാഹുവിന്റെ ഖിദമ് മറ്റൊരു ഇല്ലത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതല്ല, അവന്റെ ദാത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഖിദമ്. അല്ലാതെ എന്നാൽ ഖിദമും ബിദ്ദാത്ത് എന്ന് പറഞ്ഞാൽ ഈ ഫലാസിഫത്ത് പറയുന്ന അർത്ഥമുണ്ട്, ആ അർത്ഥത്തിനല്ല. അതാ വലൈസൽ മുറാദു ബിൽ ഖിദമി ദാത്തി, ഖിദമുദ്ദാത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശമല്ല മാ ഖാബലൽ ഖിദമ ബിൽ ഗൈർ, ബിൽ ഗൈർ ഖദീമാകുക എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അത് നമ്മൾ പറയണല്ല, മുത്തകല്ലിമീങ്ങളുടെ മദ്ഹബല്ല. കമാ യഖൂലുൽ ഫൽസഫിയു, ഫലാസിഫത്ത് പറയും. ഉദാഹരണം പറഞ്ഞാൽ അവർ പറയാൻ അല്ലാഹു തആല ബിദ്ദാത്ത് ഖദീമാണ്, ആലം ബിൽ ഗൈർ ഖദീമാണ്. ആലം ഖദീമാന്ന് തന്നെ അവർ വിശ്വസിക്കുന്നത്. പക്ഷേ എങ്ങനെ ഖദീമ്? അള്ളാഹ് ഖദീമായത് ബിദ്ദാത്താണെങ്കിൽ ആലം ഖദീമായത് ബിൽ ഗൈറാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഓല മദ്ഹബ് അനുസരിച്ച് നമുക്ക് പറയാൻ പാടില്ല. ഫലാസിഫത്തിന്റെ മദ്ഹബ് അനുസരിച്ച് അല്ലാഹു തആല ഇല്ലത്ത് താമത്താണ്. അപ്പൊ ഈ ആലം അതിന്റെ മഅലൂല. ആലം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവുന്ന ഇല്ലത്ത് താമത്തിന്റെ മഅലൂലാണ് എന്നാ അവര് പറയാം. അപ്പോ ഇല്ലത്ത് താമത്തിനെ തൊട്ട് മഅലൂല് പിന്താൻ പറ്റൂല, മുഹാലാണ്. എപ്പോൾ ഇല്ലത്ത് താമത്ത് മൗജൂദാണോ അപ്പോഴൊക്കെ മഅലൂലും മൗജൂദായിരിക്കൽ ലറൂറത്താണ്. അങ്ങനെ വരുമ്പോ അല്ലാഹു തആല ഇല്ലത്ത് താമത്താണെന്ന മദ്ഹബ് എടുത്തു കഴിഞ്ഞാൽ ഈ ആലം ഖദീമാണ് എന്നതിന് നിർബന്ധമായും വാദിക്കേണ്ടി വരും. അങ്ങനെയാണ് അവര് പറയുന്നത്. നമ്മൾ പറയുന്നത് അല്ലാഹു തആല ഒരു വസ്തുവിനും ഇല്ലത്തല്ല, അല്ലാഹു തആല ഫായില് മുഖ്താറ. ഇല്ലത്തിനൊരു പ്രശ്നമുണ്ട്, ഇഖ്തിയാറില്ല. ഇല്ലത്ത് മുഖ്തറാണ്. എപ്പോൾ ഇല്ലത്ത് താമത്തുണ്ടോ മഅലൂല് ഉണ്ടായിരിക്കും. ഈ ഇല്ലത്ത് താമത്ത് ഉദ്ദേശിച്ചാലും വേണ്ടില്ല, ഉദ്ദേശിച്ചിട്ടെങ്കിലും വേണ്ടില്ല, അതിന്റെ വിപരീത ഉദ്ദേശിച്ചാലും വേണ്ടില്ല. ഇല്ലത്ത് താമത്തിനെ തൊട്ട് മഅലൂല് തഅഖുർ ചെയ്യുക എന്നത് മുഹാലാണ്. അപ്പൊ അല്ലാഹു തആല ഒന്നിനും കഴിയാത്ത ആജിസാണ് എന്നുള്ള മാന വരും. കാരണം വേണം നിൽക്കാനും കഴിയൂല, വേണ്ട നിൽക്കാനും കഴിയൂല. ആ അർത്ഥത്തിന് മുത്തകല്ലിമീങ്ങൾ ആരും പറയുന്നില്ല. അത് ഫലാസിഫത്തിന്റെ കുഫ്രിയത്ത് വാദമാണ്. എന്തുകൊണ്ട് അത് നമ്മൾ പറയുന്നില്ല എന്നറിയണം.
എന്താ അങ്ങനെ കായ്മും കദീമും ഖിദമും ബിൽഗൈർ എന്ന് അവര് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇല്ലത്തിലേക്ക് എത്തിയാജുണ്ട്. ആലം ഖദീമാണ്, ആലം മാലൂലാണ്. മാലൂലായ ആലം ഇല്ലത്തിലേക്ക് എത്തിയാജുണ്ട്. ആ നിലക്കത് ഹാദിസാന്നും പറയവര്. ഖദീമാണ് ആലം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു മാലൂലിലേക്ക് ഒരു ഇല്ലത്തിലേക്ക് ഹാജത്തുണ്ട് എന്ന നിലക്ക് ആലം ഹാദിസാണെന്നും പറയും. അതൊക്കെ ഈ ഫലാസിഫത്തിന്റെ വിദഗ്ധകളാണ്. എന്തുകൊണ്ട് ലിഖിയാമിൽ ബുർഹാനിൽ ഖാതിഇ, ഖണ്ഡിതമായ തെളിവ് നിലനിൽക്കുന്നു, അലാ അന്നഹു ലാ ശൈഅ ഖദീമുൻ ബിൽ ഗൈർ, ബിൽ ഗൈർ ഖദീമായ ഒരു വസ്തുവും തന്നെ ഇല്ല. എന്തുകൊണ്ട്? അല്ലാഹു തആല ഫായിൽ മുഖ്താറാണ്. അല്ലാഹു തആല ഫായിൽ മുഖ്താറാണ്. അവൻ ഉദ്ദേശിച്ചതിനെ അവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അവൻ ഉദ്ദേശിച്ച കോലത്തിൽ സൃഷ്ടിക്കുന്നു. ഇല്ലത്തെ താമത്തിനാഹ് ഇതില്ല, അത് വെറൂറത്തായിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ ഖദീമായ അല്ലാഹു തആല പിന്നീട് എപ്പോഴാണോ പടപ്പിനെ പടക്കാൻ ഉദ്ദേശിച്ചത് ആ സന്ദർഭത്തിൽ എങ്ങനെയാണോ പടക്കാൻ ഉദ്ദേശിച്ചത് ആ കോലത്തിൽ അല്ലാഹു തആല പടക്കും. ഫായിൽ മുഖ്താറാണ്. ഫലാസിഫത്തും മുത്തകല്ലിമീങ്ങളും തമ്മിൽ വേർതിരിയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. അവര് പറയുന്ന അല്ലാഹു തആല ഇല്ലത്ത് താമത്താണ്, മുത്തകല്ലിമീങ്ങൾ പറയുന്ന അല്ല, അല്ലാഹു തആല ഫായിൽ മുഖ്താറാണ്. അപ്പോഴല്ലേ അല്ലാഹു തആലന്റെ വലിപ്പത്തരവും ആ മഹത്വവും ആ സമ്പൂർണ്ണതയും തിരിയുള്ളൂ. അവൻ ഉദ്ദേശം ഉണ്ടാവും, ഉദ്ദേശിച്ചില്ലെങ്കിൽ ഉണ്ടാവില്ല. ഉദ്ദേശിച്ചത് ഉണ്ടാവും, ഉദ്ദേശിക്കാത്തത് ഉണ്ടാവില്ല. ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാവും, ഉദ്ദേശിക്കാത്തപ്പോൾ ഉണ്ടാവില്ല. അതല്ലേ കഴിവ്. മറ്റേത് ഇല്ലത്തായി പോയാൽ ഇല്ലത്തുള്ളപ്പോഴൊക്കെ മാലൂലുണ്ടാവും. വേണം നിൽക്കാനും കഴിയൂല, വേണം നിൽക്കാനും കഴിയൂല. അള്ളാഹുവിന്റെ പരിശുദ്ധതാത്തും അവന്റെ വാജിബായ സിഫത്തുകളും ഒഴിച്ച് ബാക്കി എല്ലാം ഹാദിസുൻ, അതൊക്കെ ഇല്ലായ്മ മുൻകടന്നതാണ്. ഇല്ലായ്മയിൽ നിന്നിട്ട് പിന്നെ ഫായില് മുഖ്താറായ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. കമാ നേരത്തെ പറഞ്ഞുപോയി, ഉജൂബിന്റെ അവിടെ പറഞ്ഞുപോയി. അപ്പൊ എന്താ ഖിദമിന്റെ മാന? ലഫ്ള് ഖിദം എന്ന് പറഞ്ഞതിന്റെ നേരെ അർത്ഥം എന്താ? സൽബുൽ അവലിയത്തി, തുടക്കല്യാണ്. ഖദീമാണ് എന്ന് പറഞ്ഞാൽ അവന്റെ വുജൂദിന് ഒരു തുടക്കമില്ല. അപ്പൊ തുടക്കം ഉണ്ടാകുക എന്നതിനെ സെൽബിയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അന്നഹു തആല ലാ അവ്വല ലിവുജൂദിഹി, അല്ലാഹുവിന്റെ വുജൂദിന് തുടക്കമില്ല, അവൻ എന്നെന്നും ഉള്ളവനാണ്. തുടക്കമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പില്ല എന്നൊരു അർത്ഥം, ആ അർത്ഥമില്ല. അപ്പോ അല്ലാഹു തആല ഖദീമാണ് എന്ന് പറഞ്ഞത് ഒരു സെൽബ്. ആ സെൽബിന് പറഞ്ഞാൽ ലാ അവ്വല ലിവുജൂദിഹി, അതാണ് സെൽബ്. ഇനി ദലീലു ഇത്തിസാഫിഹി തആല ബിൽ ഖിദം, അല്ലാഹു തആല ഖദീം എന്ന സിഫത്ത് ഖിദം എന്ന സിഫത്ത് കൊണ്ട് മുത്തസിഫാണ് എന്നതിന്റെ തെളിവെന്താ? ഇത് തെളിവ് വേറൊന്നുമല്ല. കാരണം ലൗ ലം യകുൻ ഖദീമൻ, അല്ലാഹു ജല്ല ജലാലു ഖദീം അല്ലെങ്കിൽ പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റിലൊക്കെ ഹാദിസൻ. മൂന്നാമത്തെ ഒന്നില്ല. ഒന്നിരിക്കൽ ഖദീം അല്ലെങ്കിൽ ഹാദിസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവലിന് തുടക്കമുള്ളത് അല്ലെങ്കിൽ ഉണ്ടാവലിന് തുടക്കമില്ലാത്തത്. അപ്പൊ ഉണ്ടാവലിന് തുടക്കം ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഖിദം ഇല്ലെങ്കിൽ പിന്നെ നേരെ അതിന്റെ എതിർവശത്തുള്ള ഉണ്ടാവലിന് തുടക്കമുള്ളവൻ എന്നർത്ഥം വരും. അപ്പൊ ഹാദിസ് ആണെന്ന് വരും. താരാൻ ധാരിക്കുക അല്ലാഹു തആല ഹാദിസ് ആവുന്നതിന് തൊട്ട് ഉന്നതനായവനാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ലൗലം യകുൻ ഖദീമൻ ലാ കാന ഹാദിസൻ, ഖദീം അല്ലെങ്കിൽ പിന്നെ ഹാദിസ് ആവുമല്ലോ. അങ്ങനെ വരുമ്പോൾ അല്ലാഹു തആലാനെ ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടാക്കുന്ന ഒരാളിലേക്ക് ആവശ്യം. ഇല്ലാത്ത ഏത് വസ്തുവും ഇല്ലായ്മയിൽ നിന്നിട്ട് വുജൂദിലേക്ക് വരണമെങ്കിൽ ഒരു മുഹദ്ദിസ് വേണം. നിമാമറ, അത് നേരത്തെ നമ്മൾ പറഞ്ഞുപോയി. വുജൂദിന്റെ അവിടെ പറഞ്ഞുപോയി. കാരണം ഈ വസ്തുക്കളുടെ ഒക്കെ ഹാദിസായ വസ്തുക്കളുടെ ഒക്കെ അസ്ല് മുംകിനാണ്. വുജൂദ് അദമ് മുസ്തവിയാണ്. തന്നെയല്ല അസ്ലിനോട് കൂടുതൽ യോജിക്കുക അതുമാണ്. ഇതിൽ നിന്നിട്ട് വുജൂദ് കൊണ്ടിട്ട് തഖ്സീസ് കൊടുക്കണമെങ്കിൽ ഒരു മുഖസ്സിസ് വേണം. ഇല്ലെങ്കിൽ എന്ത് വരും? ഒരേ തുല്യ തൂക്കത്തിലുള്ള ഒരു തുലാസിന്റെ രണ്ട് തട്ടിൽപ്പെട്ട ഒരു തട്ട് തന്നെത്താൻ ഉയരുന്നു, ഒരു തട്ട് തന്നെത്താൻ താഴുന്നു. അതൊരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനും സമ്മതിക്കൂല. പിന്നെ ഒന്നുകിൽ ഉയരുന്ന ഈ തട്ടിൽ നിന്നിട്ട് കനുള്ള എന്തോന്ന് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടാവും, അപ്പോ മറ്റേ കനേറി ഇത് പൊന്തി. അതല്ലെങ്കിൽ ഈ താന്ന തട്ടിലേക്ക് കനത്തിലുള്ള എന്തെങ്കിലും പുതിയ വെച്ചിട്ടുണ്ടാവും, അപ്പൊ അത് കനേറിയിട്ട് താന്ന്. രണ്ടുമില്ല, പുതിയതായിട്ടൊന്നും വെച്ചിട്ടുമില്ല, പഴയുള്ള ഒന്നും എടുത്തിട്ടുമില്ല. എങ്കിൽ രണ്ട് തുല്യ തൂക്കത്തിലുള്ള തട്ട് ഒന്ന് താവുക ഒന്ന് പൊങ്ങുക എന്നത് ബുദ്ധിപരമായ മുഹാലാണ്, അസംഭവ്യമാണ്. അപ്പോ വുജൂദ് അദമിന്റെ ഇടയിൽ മുസ്തവിയായതിന് വുജൂദ് കൊണ്ടിട്ട് തഖ്സീസ് കൊടുക്കണമെങ്കിൽ ഒരു മുഹസ്സിസ് വേണം. മുഹസ്സിസ് ഇല്ലാതെ എന്ത് വരൂല?
തഖ്സീസ് വരൂല, അല്ലെങ്കിൽ രണ്ട് മുത്തഫിയായിക്കണ്ടേ. അപ്പൊ വുജൂദിലേക്ക് വന്നെങ്കിൽ ഒരു മുഹദ്ദിസ് വേണം, മുഹദ്ദിസ് ഇല്ലാതെ ഒരു ഹദീസും ഉണ്ടാവുന്നതല്ല. ലിന്നിഖാദി തമാസുലി ബൈനഹുമാ, കാരണം എന്താ, ഈ ഹാദിസ് ഖദീമിന്റെ ഇടയിൽ തുല്യാണ്. വദാലിക മുഫ്ദിൻ ഇല ദൗരി, അല്ല തമാസുലി ബൈനഹുമാ എന്ന് പറഞ്ഞാൽ ഈ വസ്തു ഏത്, ഈ മുഹദ്ദിസ്, ആ മുഹദ്ദിസും ഈ ഹാദിസും തുല്യാണെന്ന് വരും. വദാലിക മുഫ്ദിൻ ഇല ദൗരി, ഒന്നിരിക്കൽ ദൗറിലേക്ക് കൂട്ടും എന്ന് പറഞ്ഞാൽ എ ബിനെ സൃഷ്ടിച്ചു, ബി എനെ സൃഷ്ടിച്ചു. എങ്ങനെയുണ്ട്, നമ്മളൊരു എ എഴുതുക ആദ്യം, ഇപ്പുറത്തൊരു ബിയും എഴുതുക, എന്നിട്ട് പറയാം ഈ കാണുന്ന എ സൃഷ്ടിച്ചത് ബി ആവുന്നു, ഈ ബീനെ സൃഷ്ടിച്ചത് എ ആവുന്നു. എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാല് ആദ്യം ഏതാ ഉണ്ടായത്, എ ഉണ്ടായി. ഈ ആദ്യമുള്ള എ ബീനെ സൃഷ്ടിച്ചു, ബി എപ്പോഴാണ് ഉണ്ടായത്, അത് പിന്നെ ഉണ്ടായത്. എന്നിട്ട് ഈ ബി പിന്നുണ്ടായ ബി ആദ്യം ഉണ്ടായ എനെ സൃഷ്ടിച്ചു. അപ്പോ ഈ ബി എന്നത് ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടായി. ബി എന്ന ഈ സാധനം അത് ഉണ്ടാവുന്നതിന്റെ മുമ്പ് ഉണ്ടായി. എന്തർത്ഥാണ് അതിന്, തഖദ്ദുമു ശൈഇ അലാ നഫ്സിഹി എന്നാ ദൗറിന്റെ അർത്ഥം. തഖദ്ദുമു ശൈഇ അലാ നഫ്സി, ഒരു വസ്തു ആ വസ്തുവിനേക്കാൾ മുന്തുക. എങ്ങനെ ഉണ്ടാവുമോ ദൗറ്, അത് ദൗറ് സരിഹാണ്. ഇനി സരിഹല്ലാത്ത ദൗറുണ്ട്. ഉദാഹരണം, എ ബിയെ സൃഷ്ടിച്ചു, ബി സിയെ സൃഷ്ടിച്ചു, സി ഡിയെ സൃഷ്ടിച്ചു, ഡി എയെ സൃഷ്ടിച്ചു. അപ്പൊ ഇങ്ങനെ കുറച്ചുകൂടി ദൂരെ പോകുന്നത് മാത്രമേ ഉള്ളൂ. രണ്ടും കണക്ക് തന്നെ. എ ബിയെ സൃഷ്ടിച്ചേരാനും ബി എനെ സൃഷ്ടിച്ചേരാനും കണക്ക് തന്നെ. ഈ ദൗറ് ബുദ്ധിപരമായി അസംഭവ്യമാണ്. എന്തുകൊണ്ട്, ഒരു വസ്തു ആ വസ്തു ഉണ്ടാകുന്നതിന്റെ മുൻപേ ഉണ്ടായി എന്ന് പറയേണ്ടി വരും. തഖദ്ദുമു ശൈഇ അലാ നഫ്സിഹി വരും ദൗറത. അതല്ലെങ്കിൽ അവിത്തസൽസുലി, രണ്ട് പ്രധാനപ്പെട്ട ബുർഹാനാണ്. ഒന്ന് ദൗറിന്റെ ബുർഹാൻ, മറ്റൊന്ന് തസൽസുലിന്റെ ബുർഹാൻ. ദൗറിന്റെ ബുർഹാൻ വേഗം മനസ്സിലാവും നമുക്ക്. അലിഫ് ബാഹിനെ പഠിച്ചു, ബാ അലിഫിനെ പഠിച്ചു. അപ്പൊ ആദ്യം അലിഫ് ഉണ്ടായിട്ടല്ലേ ബാഹിനെ പഠിച്ച്, അപ്പൊ സ്വാഭാവികമായിട്ടും ബാ പിന്നല്ലേ ഉണ്ടാണ്ട്. അതെ, പക്ഷെ ഈ പിന്നുണ്ടായ ബാ ആണ് അലിഫിനെ പഠിച്ചത്. അപ്പൊ അലിഫ് ഉണ്ടാകുന്നതിന് മുമ്പ് ബാ വേണ്ടേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബാഗ് ഉണ്ടാകുന്നതിന് മുമ്പ് ബാഗ് വേണോ എന്ന്. അത് വേഗം ശരിയാവും. തസൽസുൽ അങ്ങനെ മനസ്സിലാവൂല. തസൽസുൽ മനസ്സിലാണെങ്കിൽ ഖാരിജിൽ മൗജൂദായ മുംകിനായ വസ്തുക്കൾ വൈറു മുൻഹസിറായിട്ടുണ്ട് എന്ന് പറയലാണ് അതിന്റെ തകർ. ഖാരിജിൽ മൗജൂദായ വസ്തു, ശ്രദ്ധിക്കുക, ഖാരിജിൽ മൗജൂദായ വസ്തു മുംകിനായത് വൈറു മുതനാഹിയാണ് എന്ന് വാദിക്കുക. അതൊരിക്കലും വരൂല. ഖാരിജിൽ മൗജൂദായ മുംകിനായ വസ്തു എത്ര ഉണ്ടെങ്കിലും അത് മുത്തനാഹി ആയിരിക്കും. ഈ തനാഹിന്റെ ബുർഹാൻ എന്ന് പറയും. അതിന് പല ബുർഹാനുകളുണ്ട്. തത്ബീഖിന്റെ ബുർഹാൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു എ ആയിട്ട് ഒരു സിൽസില അങ്ങനെ കണക്കൂട്ടുക. എ മുതൽ തുടങ്ങിയിട്ട് അങ്ങനെ അറ്റല്ലാതെ പോയത്, ബി കൊണ്ട് തുടങ്ങിയിട്ട് അറ്റല്ലാത്തൊരു സിൽസില. ഈ രണ്ട് സിൽസില അറ്റല്ലാത്തതെന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. പക്ഷെ തുടക്കത്തിൽ ഒരു പോയിന്റ് വ്യത്യാസമുള്ളൂ. ഒന്ന് എയിൽ നിന്ന് തുടങ്ങുന്നു, മറ്റേ ബിയിൽ നിന്ന് തുടങ്ങുന്നു. അപ്പൊ എയും ബിയും തമ്മിലുള്ള ഒരു അകലം വ്യത്യാസം ഇവിടെ ഉള്ളൂ. എങ്കിൽ അങ്ങേ തൽക്കലും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഈ എ സിൽസിലയിൽ നിന്നിട്ട് ഒരു മുഴം മുറിച്ചു, അതേ വലിപ്പത്തിൽ ഒരു മുഴം ബി സിൽസിലയിലും മുറിച്ചു. രണ്ടാമത്തെ മുറിച്ച്, മൂന്നാമത്തെ മുറിച്ച്, നാലാമത്തെ മുറിച്ച്, അഞ്ചാമത്തെ മുറിച്ച്, മുറിച്ച് 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 അങ്ങനെ പോകാണ്. അങ്ങനെ അറ്റല്ലാതെ പോയി 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 എന്റെ സിൽസിലയുടെ അവസാനിച്ചു കൂട്ടിക്കോളും. എന്നാ അതിന്റെ തൊട്ടടുത്ത പറഞ്ഞാൽ ബിന്റെ സിൽസില അവസാനിക്കണം. കാരണം എന്താ, ഇവിടെ ഒരു പോയിന്റ് വ്യത്യാസമുള്ളൂ. ഒന്ന് എയിൽ നിന്ന് തുടങ്ങുന്നു, മറ്റേ ബിയിൽ നിന്ന് തുടങ്ങുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അത് ഒരു തരത്തിന്റെ വ്യത്യാസമാണ്. അപ്പൊ ഈ എ സിൽസില എവിടെ മുഖത്തിയായോ അതിന്റെ തൊട്ടടുത്ത പോയിന്റില് ബി സിൽസിലയും മുഖത്തിയാവും. അപ്പൊ എങ്ങനെ വന്നാലും ഖാരിജിൽ മൗജൂദായ ഒരു വസ്തു മുംകിനാണോ എങ്കിൽ അത് മുത്തനാഹിയായിട്ടേ ഉണ്ടാവുള്ളൂ. ഒരു അവസാനം അതിനുണ്ടാവും. വൈറു മുത്തനാഹിയായിട്ട് ഖാരിജിൽ മൗജൂദായ മുംകിനായ ഒരു വസ്തു ഉണ്ടാവില്ല. അപ്പൊ തസൽസുലിന്റെ ബുർഹാന്, ദൗറിന്റെ ബുർഹാന്, ഈ രണ്ട് ബുർഹാന് കൊണ്ടും സുബൂത്തായതാണ്. എന്തുകൊണ്ട്, അള്ളാഹു തആല ഹദീസ് ആണെങ്കിൽ ഒരു മുഹദ്ദിസ് വേണം. ആ മുഹദ്ദിസ് ഖദീമാണോ എന്നാ അവിടെ തീർന്നു. അതാണ് അള്ളാഹ് എന്ന് പറയും. അല്ല, അതിനൊരു ഹദീസാണോ എന്നാ അതിനൊരു മുഹദ്ദിസ് വേണം. അത് ഖദീമാണോ എന്നാ പ്രശ്നം തീർന്നു. അല്ല, അത് ഹദീസാണോ എന്ന് അതിനൊരു മുഹദ്ദിസ് വേണം. അങ്ങനെ ഒരു മുഹദ്ദിസ് മറ്റൊരു മുഹദ്ദിസിലേക്ക്, ആ മുഹദ്ദിസ് മറ്റൊരു മുഹദ്ദിസിലേക്ക്, ആ മുഹദ്ദിസ് മറ്റൊരു മുഹദ്ദിസിലേക്ക് അങ്ങനെ പോയിട്ട് അറ്റം ചെയ്യാതെ പോവുക എന്ന് പറയുന്നത് മുഹാലല്ല, മുഹാലാണ്. എപ്പോ മുംകിനുമാണിത്, അതുപോലെ ഖാരിജുൽ മൗജൂദുമാണ്.
അതെന്തായാലും മുത്തനാഹിയായിട്ട് ഉണ്ടാവുള്ളൂ. وذلك مفضٍ إلى الظهور أو التسلسل كان لأن المماثل للثاني مثلا രണ്ടാമത്തെ മുമാസിൽ ഇൻ കാനൽ മുഹ്ദിസു ലഹു ഹുവൽ അവ്വലു ഫദ്ദൂർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേനുണ്ടാക്കിയ രണ്ടാമത്തതാണ്, രണ്ടാമത്തേനുണ്ടാക്കിയ ഒന്നാമത്താണെന്ന് പറഞ്ഞാൽ ദൗർ വരും. വൈൻ ഇസ്തമറല്ലാത്തതു ഇല വൈരി നിഹായത്തിൻ അറ്റല്ലാതെ ഒന്നാമത്തെ രണ്ടാമത്തേനുണ്ടാക്കി, രണ്ടാമത്തെ മൂന്നാമത്തേനുണ്ടാക്കി, മൂന്നാമത്തെ നാലാമത്തേനുണ്ടാക്കി, ഇങ്ങനെ അറ്റല്ലാതെ പോവുകയാണെങ്കിലോ അവിടെ തസൽസുലിന്റെ മുഖാനും വരും. വക്കീലാഹുമ മുഹാലും ദൗറ് ഖാരിജിൽ സുബൂത്താവുക എന്നതും മുഹാലാണ്, തസൽസുൽ സുബൂത്താകുക എന്നതും മുഹാലാണ്. കാരണം തസൽസുൽ എത്ര പോയാലും താൽക്കാലം ഒരർത്ഥത്തിൽ അവസാനിക്കും. ദൗറ് പിന്നെ തഖദ്ദുമുൻ നഫ്സി അലാ ശൈഇ എന്നുള്ള മുഹാലും വരും. ഞാൻ എന്റെ വിശദീകരണം മൂപ്പര് തന്നെ പറയുന്നുണ്ട്. ബുത്ലാന് ദൗർ, ദൗറ് ബാത്തിലാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കുക? മസ്തിഹാലത്തു ദൗരി ഫദാഹിറത്തുൻ, ദൗറ് മുഹാലാണ് എന്ന് പറഞ്ഞാൽ ആർക്കും തിരും, വളരെ വ്യക്തമാണ്. ഏത് ദൗറുണ്ട് എന്ന് വന്നാൽ ലാസിമാണ് തഖദ്ദുമു കുല്ലി മിൻഹുമാ അലാ സാഹിബിഹി, എ ബിയേക്കാളും മുന്തണം, ബി എയേക്കാളും മുന്തണം. വതഅഖുറു അൻഹു, എനേക്കാൾ ബി പിന്തണം, ബിനേക്കാൾ എ പിന്തണം. മുന്തും വേണം, പിന്തും വേണം. മുന്തിയത് പിന്നെ പിന്തൂല, പിന്തിയത് പിന്നെ മുന്തൂല്ല. ഇത് മുന്തിയതായതോട് കൂടി പിന്തണം, പിന്തിയതായതോട് കൂടി മുന്തണം. ഓജോമുത്തനാഫിയ എങ്ങനെ ഉണ്ടാകുക? പിന്തിയത് മുന്തുക, മുന്തിയത് പിന്തുക എന്ന് പറഞ്ഞാൽ പിന്നെ മുന്തിയതാവുമോ? പിന്തിയത് പിന്തിയതാവുമോ? അത് മുത്തനാഫിയനിന്റെ അമ്മ മാത്രല്ല, ബൽ വൽസമു അലൈഹി, ഇങ്ങനെ ദൗറ് ലാസിമാവും. തഖദ്ദുമു കുല്ലു വാഹിദും മിൻഹു അലാ നഫ്സിഹി, തഖദ്ദുമു ഷൈഇ അലാ നഫ്സിഹി വരും. അന്നല്ല തഖ്ഖുറു ഷൈഇ അൻ നഫ്സിഹി എന്നും വരും. ഒരു വസ്തു ഉണ്ടായിട്ട് പിന്നെ ഉണ്ടായത്, ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായി, ഇങ്ങനെ പറയും. ഓ ജലീൽ പുത്രാൻ, ഇത് ദൗറിന്റെ വിഷയം വളരെ വ്യക്തമാണ്, വളരെ ജലീയായ ബാത്തിലാണ്. തഖദ്ദുമു ഷൈഇ അലാ നഫ്സിഹി, ജമ്മുൽ മുത്തനാഫിയനി, ഇങ്ങനെ രണ്ട് പ്രശ്നം ഇത് വരുന്നത്. മുത്തലാനു തസൽസുലു, ഇനി തസൽസുലു ബാത്തിലാണ്. തസൽസുലു ഫഇന്നഹു യുഅദ്ദി ഇലാ വുജൂദി ആലിഹത്തിൻ ലാ നിഹായത ലഹാ, ഖാരിജിൽ മൗജൂദായ ഇലാഹുകളുണ്ട്, അതിനാണെങ്കിലോ വൈറു മുത്തനാഹിയാണ്, അറ്റജ എന്ന് പറയേണ്ടി വരും. കുല്ലു മിൻഹുമാ മുത്തസിഫുൻ ബിൽ ഹുദൂസി വൽ അജ്സി വൽ ഇഫ്തിഖാർ, ഈ പറഞ്ഞ എല്ലാവരും എന്തായിരിക്കും? ഹാദിസായിരിക്കും, ആജിസായിരിക്കും, മറ്റൊന്നിലേക്ക് ആവശ്യമുണ്ടാവും. കാരണം ഹാദിസൊക്കെ മറ്റൊന്നിലേക്ക്, ഒരു മുഹദ്ദിസിലേക്ക് ആവശ്യമുള്ളതാണ്. എന്തുകൊണ്ട്? മുനാഫിൻ ലിമഖാമിൽ ഉലൂഹിയ്യത്തി, ഇലാഹാകുക എന്ന സ്ഥാനത്തിന് വിരുദ്ധമാണത്. ഏത്? ഹാദിസാകുക, ആജിസാകുക, ഇഫ്തിഖാർ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത്. എന്താണ് ഉലൂഹിയ്യത്തിന്റെ മഖാമ്? മിനൽ ഖുദ്റത്തി, ഖുദ്റത്ത് മുത്ലഖ്, എന്തുദ്ദേശിച്ചാലും ഉദ്ദേശിച്ചതുപോലെ ചെയ്യാനുള്ള ഖുദ്റത്ത് മുത്ലഖ്, അപ്പോഴേ ഇലാഹാവുള്ളൂ. വൽ ഗിനൽ മുത്ലഖ്, ഒന്നിലേക്കും ഒരു കാര്യത്തിനും ആശ്രയമില്ലാത്ത ഗിന മുത്ലഖ്, അപ്പോഴേ ഇലാഹാവുള്ളൂ. വലിയ മുത്ലഖാവണം, ഖുദ്റത്ത് മുത്ലഖ് ഉണ്ടാവണം. കാരണം ഇതിൽ ആജിസുൽ ഫഖീർ, കഴിവില്ലാത്തൊരു ആജിസിൽ ലോകം പടക്കാൻ കഴിയോ? എങ്ങനത്തെ ആയാലും അൽ ബദീഉൽ ഇത്ഖാൻ, ആശ്ചര്യകരമായ സമ്പൂർണമായ സുഭദ്രമായ ഈ ലോകത്തെ സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് കഴിയില്ല. മുഹാലി, തസൽസുലായാലും മുഹാലാണ്, ദൗറായാലും മുഹാലാണ്. മുഹാലിലേക്ക് കൂട്ടുന്നത് എന്താ? അതുൽ ഖിദം. അല്ലാഹു തആല ഖദീം അല്ലെങ്കിൽ ഒരുപക്ഷെ ദൗറ് വരും, അല്ലെങ്കിൽ തസൽസുൽ വരും. തസൽസുലും ദൗറും മുഹാലാണെങ്കിൽ അതിലേക്ക് കൂട്ടുന്ന ഹുദൂസും മുഹാലാണ്. അതുൽ ഖിദം എന്ന് പറഞ്ഞാൽ ഹുദൂസ്. ഇത് ഇസ്തിഹാലത്തുൽ ലവാസിം തഖ്തളി ഇസ്തിഹാലത്തുൽ മൽസൂമാത്ത്. ലാസിമ് മുസ്തഹീലാണെങ്കിൽ മൽസൂമ് മുസ്തഹീലാണ്. ചുരുക്കി പറയാം, ഫസബത്തൽ ഖിദമു വൽ മത്ലൂബ്. അപ്പൊ അല്ലാഹു തആല ഖദീമാവുക എന്നത് അല്ലാഹുവിന്റെ ദാത്തിന് ഉജൂബാണ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.